നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സിഗ് സാഗ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ചെയിൻ സ്റ്റിച്ചുകളിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ച് രണ്ട് ടൈപ്സാണ് ഉള്ളത്, ലോങ് സിഗ് സാഗും ഷോർട്ട് സിഗ് സാഗും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോങ് സിഗ് സാഗ് ആണ് പഠിക്കുന്നത്. ഈ ലോങ് സിഗ് സാഗും നമുക്ക് രണ്ട് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ രണ്ട് മെത്തേഡും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പഠിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്റ്റിച്ച് പഠിക്കാൻ നേരം ഒരു സിംഗിൾ ലൈൻ ആയിരുന്നു ഡ്രോ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ സ്റ്റിച്ച് പഠിക്കാനായിട്ട് രണ്ട് ലൈൻ വരച്ചു കൊടുക്കണം, അത് പാരലലായിട്ട്. ഇതുപോലെ കുറച്ച് ഗ്യാപ്പിൽ മുകളിലും താഴെയായിട്ട് നമുക്ക് രണ്ട് ലൈൻ വരച്ചു കൊടുക്കണം. ഈ ലൈനുകളിൽ ഇനി നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മാർക്കിംഗ് ഒക്കെ ഇട്ട് ചെയ്യുന്നത്. നമുക്ക് നോർമലി ഈ സ്റ്റിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. താഴത്തെ ലൈനിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷേ താഴത്തെ ലൈനിൽ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ നടുക്കായിട്ട് മാർക്കിങ്സ് വരുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ. അതായത് മുകളിൽ 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് മാർക്ക് ചെയ്തു, താഴെ ആയപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1/2 സെൻറ്റിമീറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ പോയിൻറ്റുകളെയൊക്കെ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത്. അപ്പം ബിഗിനർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് സ്റ്റിച്ചിലേക്ക് പോകാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. മുകളിലത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാം. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ത്രെഡ് മുകളിലെടുത്തു, ലോക്ക് സ്റ്റിച്ച് ഇടണം. ഇനി താഴത്തെ ലൈനിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ട്, ആ പോയിൻറ്റിലേക്കാണ് ഈ ചെയിൻ കൊണ്ടുവരേണ്ടത്. എന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കണം. ഈ ചെയിനിനെ ഡയറക്റ്റ് നമ്മൾ മുകളിലത്തെ മാർക്കിംഗ് ഇല്ലേ, ആ മുകളിലത്തെ മാർക്കിങ്ങിൽ കൊണ്ടുപോയി ഒരു ചെയിൻ എടുക്കണം. അതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ആ ചെയിനിനെ നമ്മുടെ താഴത്തെ ആ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കൊണ്ടുവരിക, ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്. തിരിച്ച് മുകളിലേക്ക് പോവുക, മാർക്ക് ചെയ്ത പോയിൻ്റ്, ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും താഴേക്ക് വരിക, ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ചിൽ ഇത്രയും മാത്രമേ ഉള്ളൂ പഠിക്കാൻ, ലോങ് ചെയിൻ, ലോക്ക് സ്റ്റിച്ച്. ഇത് നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക സമയമൊന്നും വേണ്ട. ഈ ഒരു സ്റ്റിച്ചിൽ ലോക്ക് സ്റ്റിച്ച് ഇടുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലോക്ക് സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ചെയിനിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഇപ്പോൾ അത് ഈ സ്റ്റിച്ചിൽ കണ്ടോ, ഞാൻ ലോക്ക് സ്റ്റിച്ച് ഇടാതെ ഡയറക്റ്റ് താഴെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ മുകളിലത്തെ സ്റ്റിച്ച് കണ്ടോ, മുകളിൽ ആ ത്രെഡ് ഇതുപോലെ ലൂസായിട്ട് താഴേക്ക് വരും. താഴേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഞാൻ 1-2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ചെയിനുകൾ കണ്ടോ, നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാത്തതുകൊണ്ട് എല്ലാ ചെയിനും ലൂസായിട്ട് അടുത്ത ഒരു സ്റ്റിച്ചിലേക്ക് കയറി വരുവാണ്. ആ കോർണർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. സിഗ്സാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ W പോലെ ഇരിക്കണം. അതുകൊണ്ട് ലോങ് സിഗ്സാഗ് ചെയ്യുമ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിരിക്കണം. അതുപോലെ ത്രെഡിനെ ഒരുപാട് വലിച്ച് ലോങ് ചെയിൻ ഇടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ താഴെയും ത്രെഡ് പിടിച്ചിരിക്കണം. ഒരുപാട് ടൈറ്റായിട്ട് പിടിക്കില്ല. ഒരുപാട് ടൈറ്റായിട്ട് പിടിച്ചാൽ സിൽക്ക് ത്രെഡാണ്, നമ്മൾ മുറുക്ക വലിക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും. ഇപ്പോൾ ആ ലാസ്റ്റ് പോയിൻറ്റിലെത്തി. ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഡബിൾ സിഗ്സാഗ് സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ 2 ലൈൻ വരച്ചു കൊടുക്കണം. ഇവിടെ നമുക്ക് മാർക്കിംഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാർക്കിംഗ് ഇട്ട് തന്നെ 1-2 ലൈൻസ് പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം പിന്നെ മാർക്കിംഗ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്താൽ മതി. മാർക്ക് ചെയ്യുമ്പം മുകളിൽ മാർക്ക് ചെയ്തതിൻ്റെ അതേ ലെവലിൽ താഴെ മാർക്ക് ചെയ്യൽ. ആ മുകളിലത്തെ 2 പോയിൻറ്റിൻ്റെ നടുക്കായിട്ട് താഴത്തെ മാർക്കിങ് വന്നിരിക്കണം. മുകളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്യാം. ലോങ് സിഗ്സാഗ് നമ്മൾ അധികം അരി വർക്കിൽ യൂസ് ചെയ്യാറില്ല. കൂടുതലും നമുക്ക് യൂസ് വരുന്നത് ഷോർട്ട് സിഗ്സാഗ് ആണ്. എംബോസ്ഡ് സ്റ്റിച്ചുകളോ അല്ലെങ്കിൽ ലോഡിങ്ങോ അല്ലെങ്കിൽ കട്ട് വർക്കോ ഏത് സ്റ്റിച്ചാണെങ്കിലും നമ്മൾ ആ ഷോർട്ട് ടൈപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ സ്റ്റിച്ച് പഠിക്കാം. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നമ്പർ സേവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും.
ഇപ്പോൾ മുകളിലെ പോലെ തന്നെ നമ്മൾ സിക്സാഗ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഡബിൾ സിക്സാഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആ പേരിൽ തന്നെയുണ്ട് 2 സിക്സാഗ്. അപ്പോൾ ഈ സ്റ്റിച്ച് വരുന്നത് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റില്ലേ, അതിൻ്റെ നടുക്കായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. ഞാനിപ്പോൾ മാർക്ക് ചെയ്തപ്പോൾ മനസ്സിലായല്ലോ. ഇനി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ യെല്ലോ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കളർ ആകുമ്പോൾ ആ സ്റ്റിച്ചസ് വേർതിരിച്ചറിയാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഒക്കെ പഴയതുപോലെ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. രണ്ടാമത്തെ ലെയർ നമുക്ക് മാർക്ക് ചെയ്ത് ചെയ്യണമെന്നില്ല. രണ്ടാമത്തെ ലെയർ നമുക്കറിയാമല്ലോ, ആ ഒരു ഫസ്റ്റ് ചെയ്ത 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ലോങ് സിക്സാഗ് നമ്മൾ ത്രെഡിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ബീഡ്സിലോ അല്ലെങ്കിൽ ലോങ് 2 ബീഡ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതല്ല നമ്മൾ ത്രെഡിൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് ബീഡ്സ് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി വരും. ഇവിടെ എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ആ ലാസ്റ്റ് സ്റ്റിച്ച് നോക്കണം. നമ്മൾ ആ റെഡ് ചെയ്തില്ലേ, ആ റെഡ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ താഴത്തെ ലൈനിൽ ലാസ്റ്റിൽ തന്നെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ലെയർ സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്ത് അതേ പൊസിഷനിൽ തന്നെ ഓപ്പോസിറ്റിൽ സെക്കൻഡ് ലെയറും സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യണം. എങ്കിലേ കാണാനൊരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇവിടെ ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും കണ്ടോ, ആ റെഡ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അതുപോലെ എൻഡ് ചെയ്തതിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് യെല്ലോ കളറും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതും. ഈ ഡിസൈനിൽ ഞാൻ ബീഡ്സ് വെച്ച് കാണിക്കാം. ത്രെഡ് മാത്രം ഈ ഒരു സ്റ്റിച്ചിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ സ്റ്റോൺസും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഡബിൾ സിക്സാക്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ സ്റ്റിച്ചിൻ്റെ ബോർഡറായിട്ടും നമ്മൾ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണൊക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ആ ലൈൻ വരച്ചില്ലേ ആ സ്ഥലത്ത്. ഇതുപോലെ സ്റ്റാർ നമുക്ക് ഈ സ്റ്റിച്ചിൽ ചെയ്യാം. നമ്മൾ ഇതുപോലൊക്കെ പേന കൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റാർ വരച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ചെറിയ ഷേപ്പുകൾ, ട്രയാങ്കിൾ, സ്ക്വയർ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഷേപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ തന്നെ ലോങ് ചെയിനിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേർലി ആർട്ടുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്യാം. നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഡിസൈൻസും യുണീക്കും അതുപോലെ കാണാനും അത്രയും ഭംഗിയായിരിക്കും. ത്രെഡ് നമ്മൾ ഡബിൾ ലെയർ എടുക്കില്ലേ, അപ്പോൾ ഒന്നൊരു ഡാർക്കും ഒന്നൊരു ലൈറ്റ് ഷെയ്ഡും എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഈ കുർത്തിയുടെ നെക്ക് ഡിസൈന് 2 ബീഡ്സ് വെച്ച് സിക്സാഗ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോ സിക്സാഗിൻ്റെ അവിടെയും താഴേക്കും കൂടി 2 ബീഡ്സിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഷേപ്സ് പറയാം. ആദ്യം ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും പ്രാക്ടീസ് ചെയ്യുക. അതായത് സിംഗിൾ സിക്സാഗും അതുപോലെ ഡബിൾ സിക്സാഗും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത വർക്കുകൾ, ട്രയാങ്കിൾ, ഒരു സ്റ്റാർ, പിന്നെ ഒരു വേർലി ആർട്ട്. ഇതുപോലെ ഒരു യു ഷേപ്പ് കൂടി പ്രാക്ടീസ് ചെയ്യൂ. അപ്പം യു ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്താലും മതി. അതുപോലെ സ്ക്വയർ ഷേപ്പും കൂടി പ്രാക്ടീസ് ചെയ്യണം. സ്ക്വയർ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോർണറിൽ മിസ്റ്റേക്സ് വരും. അതുകൊണ്ട് ആ കോർണറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്